എന്ന് പറയുന്ന പ്രശ്നം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മളുടെ ഇടയിൽ. അഡിക്ഷൻസ് ആൽക്കഹോൾ മാത്രമല്ല, ഡ്രഗ്സ് മാത്രമല്ല, പല ടൈപ്പ് അഡിക്ഷൻസ് ഉണ്ട്. ചിലർക്ക് ചില മനുഷ്യരോട് അഡിക്ഷനാണ്, ഫുഡിനോട് അഡിക്ഷനാണ്, ചിലർക്ക് ഷോപ്പിങ്ങിനോട് അഡിക്ഷനാണ്. അങ്ങനെ ഈ അഡിക്ഷൻ കാരണം നോർമൽ ലൈഫ് സാധ്യമല്ലാത്ത ഒരുപാട് പേര് നമ്മളുടെ ഇടയിൽ ചുറ്റുമുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണ്? ഇതിൻ്റെ റീസൺ അവരുടെ കയ്യിൽ തന്നെയുള്ള കുഴപ്പമാണ് അല്ല. എല്ലാവരും വന്നാൽ പിന്നെ എന്തിനെങ്കിലും അഡിക്റ്റഡ് ആവണ്ടേ? നോർമലായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് മെൻ്റൽ മെച്യൂരിറ്റി ഉള്ളത്? ഇതിൻ്റെ റൂട്ട്, ഇതിൻ്റെ വേരെന്ന് പറയുന്നത് ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വളവും വളക്കൂറുമുള്ള മണ്ണിൽ വളരുന്ന ചെടികൾ, ആ ചെടികൾ വളർന്ന് നല്ല ഫലം പുറപ്പെടുവിക്കും അല്ലേ, നല്ല ഹെൽത്തി ആയിരിക്കും. സോ അത് വളർച്ചയുടെ കാലഘട്ടം തന്നെയാണ്. ആ സമയത്ത് അവരനുഭവിക്കുന്ന ലാക്ക്, ആ ഒരു ലാക്കിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് അവർ മിക്കവാറും ഏതെങ്കിലും അഡിക്ഷൻസിലേക്ക് പോകുന്നത്. ഇതിലൊരു എക്സാമ്പിൾ ഉണ്ട്. ജീവിതത്തിൽ എത്രയൊക്കെ ഉയർച്ച ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അവരുടെ ആ മനസ്സിൽ ആ വളരെ ഏർലി ചൈൽഡ്ഹുഡിലെ മുറിവുണക്കിയില്ലെങ്കിൽ അതവരെ വിടാതെ പിന്തുടരും. ഒരു എക്സാമ്പിൾ, ഏറ്റവും വലിയ ഫുട്ബോൾ പ്ലെയറായ മറഡോണ വലിയൊരു ഡ്രഗ് അഡിക്റ്റും ഒരു ആൽക്കഹോളിന് അടിമയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കി മാറ്റി. ആ ജീവിതത്തിലേക്ക് വന്ന പ്രശ്നങ്ങൾ, വളരെ ഏർലി ഏജിലുള്ള മരണം അല്ലേ, ഫെയിം ഉണ്ടായിരുന്നു, പ്രസിദ്ധി ഉണ്ടായിരുന്നു, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് നോക്കിക്കഴിഞ്ഞാൽ ജനിച്ചത് വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ, ചേരിയിലാണ് ജനിച്ചത്. വളരെ ആൻറ്റി സോഷ്യൽ എലമെൻസും വളരെയേറെ വയലൻസും കണ്ടു വളർന്നുള്ള ചൈൽഡ്ഹുഡ്. പക്ഷെ പിൽക്കാലത്ത് ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്ത്, സമ്പത്ത് നേടിയെടുത്ത്, വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള പരിചയം നേടിയെടുത്തു, ഒത്തിരി കാര്യങ്ങൾ, റെസ്പെക്റ്റ് നേടിയെടുത്തു. പക്ഷെ അപ്പോഴും അദ്ദേഹം പോലും മനസ്സിലാക്കിയില്ലായിരുന്നു ആദ്യത്തെ എൻ്റെ മുറിവുകൾ അല്ലേ, ആദ്യത്തെ എൻ്റെ ഫോർമേഷൻ പീരീഡിലുണ്ടാക്കട്ടത് അത് ഹീലായാൽ മാത്രമേ ഞാനിപ്പോൾ നേടിയെടുത്തിട്ടുള്ള എല്ലാം, ഈ മെറ്റീരിയലിസ്റ്റിക്കായ ഗുഡ്സ്, റിലേഷൻഷിപ്പ്, അവയിലൊക്കെ ഹാപ്പിനെസ് നേടാൻ പറ്റൂ. സോ ഹാപ്പിനെസ് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ കണക്ക് എത്ര പേരുടെ ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ല, തിരിച്ചറിവില്ല. സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. യുവർ ഹീലിംഗ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ക്യാൻ ഗിവ് ടു യുവർ